നമസ്കാരം, ഞാൻ പ്രീതി ആർ നായർ, SUT ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന സബ്ജക്റ്റ് ഫാറ്റി ലിവർ. ആഹാരത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇന്ന് കോമൺ ആയിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഫാറ്റി ലിവർ. ഇത് വരാനുള്ള പ്രധാന കാരണം സമയത്തല്ലാത്ത ഭക്ഷണം, അനാരോഗ്യകരമായ ഭക്ഷണം, വ്യായാമമില്ലായ്ക, ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, അമിതമായിട്ടുള്ള സ്ട്രെസ്സ്, ഇതെല്ലാമാണ് പ്രധാന കാരണമായിട്ട് എടുത്തു പറയേണ്ടത്. ഈ ഫാറ്റി ലിവർ പലരും സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നില്ല, സിംറ്റംസ് കാണിക്കണം എന്നില്ല. ചിലവർക്ക് ക്ഷീണം ഉണ്ടാകാം, അതല്ലെങ്കിൽ വലതുവശത്ത് വയറിൻ്റെ വലതുവശത്ത് മുകളിലായി ചെറിയൊരു അസ്വസ്ഥത, അതല്ലെങ്കിൽ വയർ കമ്പിച്ചിരിക്കുന്ന പോലെ, വയർ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, ചെറിയ ആഹാരം കുറച്ചളവിൽ കഴിച്ചാൽ തന്നെ വയർ നിറഞ്ഞു എന്ന തോന്നലുണ്ടാകുക, ഇതൊക്കെ മാത്രമായിരിക്കാം സിംറ്റംസ് കാണുന്നത്. ഒരു ചെറിയ സിംറ്റംസ് ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ടെസ്റ്റുകളൊക്കെ നോക്കണം. ക്ലിനിക്കൽ ടെസ്റ്റുകളൊക്കെ നോക്കിയിട്ട് ആദ്യമേ തന്നെ ഡയഗ്നോസ് ചെയ്യുന്നത് നമുക്ക് സിറോസിസ് പോലെയുള്ള രോഗങ്ങൾ വരാതെ തടയാൻ സാധിക്കും. ഈ ഫാറ്റി ലിവർ ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്നുള്ള ലെവലിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടതാണ്. ഫാറ്റി ലിവർ പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ, രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളുമായിട്ട്, മദ്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാറ്റി ലിവറാണ്. മദ്യം കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ ഉണ്ടാകുന്ന ഫാറ്റി ലിവറാണ് ആൽക്കഹോളിക്. ഇപ്പോൾ അതിനേക്കാട്ടിലും കൂടുതൽ ഉണ്ടാകുന്നതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. നമ്മളുടെ ഭക്ഷണ സംസ്കാരവും ജീവിതശൈലിയും വ്യായാമമില്ലായ്കയും ഒക്കെ അത് കാരണം അമിതമായിട്ട് ബ്ലഡ് ഷുഗർ കൂടുതലുള്ളവരിൽ, ഡയബറ്റിസ് രോഗികളിൽ, ഹൈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഉള്ളവരിൽ, അതുപോലെ തന്നെ BP കൺട്രോൾ ലെവലിലല്ലാതെ BP ഉള്ളവരിൽ, അമിതവണ്ണമുള്ളവരിൽ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള, അതെല്ലാം ഇതിന് ഇഷ്യൂ ആയിട്ട് വരുന്നതാണ്. ഈ ഫാറ്റി ലിവർ നമ്മുടെ ലിവറിൻ്റെ കൊഴുപ്പിൽ 5 തൊട്ട് 10% കൂടുതൽ കൊഴുപ്പുണ്ടെങ്കിൽ ഫാറ്റി ലിവർ എന്ന കാറ്റഗറിയിലേക്കാണ് തിരിക്കുന്നത്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെയ്റ്റ് റിഡക്ഷനാണ്, വെയ്റ്റ് മാനേജ്മെൻ്റ് ആണ്. ശരീരഭാരം കൂടുതലുണ്ടെങ്കിൽ വെയ്റ്റ് കുറച്ചെടുക്കുക. 7 തൊട്ട് 10% വരെ വെയ്റ്റ് കുറയ്ക്കേണ്ടതാണ്. വെയ്റ്റ് കുറയ്ക്കാൻ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? പ്രധാനമാണ് കാർബോഹൈഡ്രേറ്റുകളുടെ റിഡക്ഷൻ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അന്നജം, നമ്മളുടെ ചോറ്, ദോശ, ചപ്പാത്തി, അരിയാഹാരങ്ങൾ. നമ്മൾ ചോറെന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് നമുക്കൊരു സ്റ്റേപ്പിൾ ഡയറ്റാണ്. നമ്മളുടെ പ്രധാന ആഹാരമാണ് അരിയാഹാരം എന്നുള്ളത്. അരിയാഹാരങ്ങളൊക്കെ കുറച്ച് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ റിഫൈൻഡ് ഫുഡ്സ്, മൈദയുടെ പ്രോഡക്ട്സുകൾ, അതുപോലെയുള്ള ഷുഗർ പ്രോഡക്ട്സുകൾ, അതൊക്കെ നല്ലവണ്ണം കുറച്ച് വെക്കണം. പഞ്ചസാര ചേർന്ന ആഹാരങ്ങൾ, ചോക്ലേറ്റ്, ഐസ്ക്രീംസ്, പേസ്ട്രീസ്, ബേക്കറി ഫുഡ്സുകൾ, അധികം പഞ്ചസാരയും അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഒക്കെ കൂടുതലുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ലെവൽ കൂടിപ്പോകും. അത് ഓവർ വെയ്റ്റ്, ഒബീസിറ്റി ലെവലിലേക്ക് എത്തിക്കും. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് റിഡക്ഷനാണ് ആദ്യമേ തന്നെ പറയേണ്ടത്. രണ്ടാമത് പ്രോട്ടീനായുടെ ഡയറ്റ് ഇതിൽ മസ്റ്റാണ്. പ്രോട്ടീൻസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതിൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് എഗ് വൈറ്റ്. മുട്ടവെള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. 2 അല്ലെ 3 മുട്ടവെള്ളയിലും ദിവസവും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇനി ഫിഷ് അല്ലെങ്കിൽ ചിക്കന്, ഇതെല്ലാം നല്ല ഹെൽത്തി പ്രിപ്പറേഷൻസ് കറി വെച്ചിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ പയറുവർഗ്ഗങ്ങൾ, എല്ലാ തരത്തിലെ പയറുവർഗ്ഗങ്ങളും ദിവസേനയുള്ള ഭക്ഷണത്തിലാകാം, പക്ഷേ അതും മുളപ്പിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ മിക്സഡ് നട്ട്സ് ഉപയോഗിക്കാം, 1 കൈപ്പിടി എന്നുള്ള ക്രമത്തിൽ ഉപയോഗിക്കാം. അതുപോലെ പ്രോട്ടീനായിട്ട് ഡയറ്റാണ് ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത്. ഇനിയും ഒഴിവാക്കണം എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ. എണ്ണയിൽ വറുത്തത്, ബേക്കറി ഫുഡ്സ്, അതുപോലെ ഡീപ് ഫ്രൈഡ് ഐറ്റംസ്, കൂടുതൽ ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ പാക്കറ്റ് ഫുഡ്സുകൾ, പ്രോസസ്ഡ് ഫുഡ്സുകൾ, ഇതെല്ലാം തീരെ അളവിൽ കുറച്ച് വെക്കേണ്ടതാണ്. ഇനി ആഹാരം പ്രധാനമാണ് ഹൈ ഫൈബർ ഡയറ്റ്, ഫൈബർ കൂടുതലുള്ള ആഹാരങ്ങൾ. അതിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പച്ചക്കറികളുടെ ഓരോ നേരത്തെ ഫുഡിലും നമ്മളുടെ ഫുഡ് മെനു പ്ലാനിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്ന് തരംതിരിക്കുമ്പോൾ ഇതിലെ ഓരോ ഡയറ്റിലും വെജിറ്റബിൾസ് ആഡിക്വസി ഉണ്ടായിരിക്കണം. ഒരു ദിവസം 3 കപ്പ് വെജിറ്റബിളെങ്കിലും വേണം. 1 കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് 100 ഗ്രാമാണ്. അന്നേരം 3 കപ്പ് 300 ഗ്രാം വെജിറ്റബിൾ കാണണം. അതിൽ ഇലക്കറികളും പച്ചക്കറികളും പച്ചക്കറി സാലഡായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ റൂട്ട് വെജിറ്റബിൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഹൈ സ്റ്റാർച്ചി ആയിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ അളവ് നിയന്ത്രിക്കേണ്ടതാണ്.
ഇനി ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുമ്പോൾ ഹൈ കലോറി ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സുകൾ ഇതിൽ നിയന്ത്രിക്കേണ്ടതാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ് വരുന്നതാണ് മാംഗോസ്, ഗ്രേപ്സ്, പൈനാപ്പിള്, കസ്റ്റാർഡ് ആപ്പിള്, സപ്പോട്ട ഇവയെല്ലാം. അതെല്ലാം തീരെ കുറച്ച് വെച്ചിട്ട് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യേണ്ടതാണ്. ആപ്പിള്, പേരയ്ക്ക, പപ്പായ പോലെയുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള പഴങ്ങൾ. ഇനി വ്യായാമം നിർബന്ധമായും വേണം. ഒരു ദിവസം ഒരു 45 തൊട്ട് 1 മണിക്കൂറെങ്കിലും വ്യായാമത്തിന് മാറ്റിവെക്കണം. മാനസികാരോഗ്യം സംരക്ഷിച്ച് നിർത്തിയുള്ള ഒരു ജീവിതശൈലി പിന്തുടരണം. അതിനു വേണ്ടിയുള്ള എക്സസൈസുകളാകാം. നമ്മുടെ ലിവർ ഫങ്ഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും നമ്മളുടെ ആരോഗ്യത്തോടു കൂടി ഒരു പേഴ്സൺ ഇരിക്കാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഡയറ്റ് ഹാബിറ്റ്സ് കൺട്രോൾ ചെയ്യുക. ഫുഡ് ഹാബിറ്റ്സ്, എക്സസൈസ്, അതുപോലെ മെൻ്റൽ സ്ട്രെസ്സൊക്കെ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ആൽക്കഹോൾ ഒഴിവാക്കി നിർത്തുക. ആൽക്കഹോളാണ് ഏറ്റവും പ്രധാന കാരണം ലിവർ ഡിസീസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒഴിവാക്കിയുള്ള ആൽക്കഹോൾ ഏറ്റവും നിർബന്ധമാക്കേണ്ടതാണ്.